ഇന്നത്തെ ഈ വീഡിയോയോട് കൂടിയിട്ട് നിങ്ങൾ കോപ്പി റൈറ്റിനെ പേടിക്കുന്നത് നിർത്തും. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ആണ് കോപ്പി റൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞിട്ട് പലർക്കും ഇപ്പോഴും ഡൗട്ടാണ് ഇതെന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഒരു സ്റ്റോറിയിലൂടെ പറയാം. സാധാരണ ഞാൻ സ്റ്റോറിയിലൂടെ ആണല്ലോ പറയാം, എൻ്റെ കൂടെ തന്നെ വരിക. സ്റ്റോറി എന്ന് പറയുന്നത് ഒന്നുമല്ല, പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് നടന്നിട്ടാണ് പോവുക. അപ്പോൾ ഈ നടന്നിട്ട് പോകുന്ന സമയത്ത് റോഡ് സൈഡിലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് മാവുണ്ടാവും. ആ മാവിൽ കുറേ മാങ്ങയുണ്ടാവും. അപ്പോൾ ഈ മാങ്ങ ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നോക്കി വെക്കും. തിരിച്ച് വരുന്ന സമയത്താണ് നമ്മൾ ആക്രമണം തുടങ്ങുക. കല്ലെടുത്തെറിയും, സ്വാഭാവികമായിട്ട് കല്ലെടുത്തെറിയും, മാങ്ങ പറിക്കും, 2-3 പറിക്കും, വീട്ടിലേക്ക് പോകും. ഇതാണ് നമ്മളൊരു രീതി. അപ്പോൾ കുറേ കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ പോയിട്ട് മാങ്ങ പറിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് കോപ്പി റൈറ്റ് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതായത് നമ്മൾ ഒരു മാവിൻ്റെ മുകളിൽ ഒരുപാട് മാങ്ങ കണ്ടു, അതൊരു വീട്ടിന് മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ പോയിട്ട് എന്ത് ചെയ്തു, കുട്ടികളൊക്കെ കൂടിയിട്ട് കല്ലെടുത്ത് എറിഞ്ഞു. അപ്പോൾ മാങ്ങ പറിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൻ്റെ പുറത്ത് ഒരാളിരിക്കുന്നുണ്ട്. വീട്ടിൻ്റെ ഉടമസ്ഥനാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ പറിച്ച് കഴിഞ്ഞിട്ടാണ് അയാളെ കാണുന്നത്. അയാൾ കണ്ടപ്പോൾ നമ്മൾ നോക്കുമല്ലോ, നമ്മളിങ്ങനെ നോക്കും, ഇയാളിപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുമോ എന്നിങ്ങനെ നോക്കുക. അപ്പോൾ അയാൾ കണ്ടു, നമ്മളെയും കണ്ടു, അയാളെയും കണ്ടു എന്ന രൂപത്തിൽ മാങ്ങയും കണ്ടു. അപ്പം പിന്നെ അയാൾ പിന്നെ മൈൻഡാക്കുന്നൊന്നുമില്ല, കുട്ടികളല്ല, അവർ പറിച്ചോട്ടെ എന്ന രൂപത്തിൽ അയാളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലുണ്ട്, മാങ്ങ പറിക്കാൻ മൂപ്പര് കണ്ടിട്ടുണ്ട് നമ്മൾ മാങ്ങ പറിക്കുന്നത്, കല്ലെടുത്തെറിയുന്നതൊക്കെ. അപ്പോൾ പറയും, എടാ കല്ലെടുത്തെറിയുമ്പോൾ ശ്രദ്ധിക്കണം, ഓടൊന്നും പൊളിക്കരുത് എന്ന് ചിലവർ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ നിങ്ങൾ മാങ്ങ പറിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറയും. ഇതാണ് കോപ്പി റൈറ്റിൻ്റെ കൂടെ മ്യൂസിക് അടിച്ച് മാറ്റി അല്ലെങ്കിൽ മ്യൂസിക് ഡൗൺലോഡാക്കി നമ്മൾ ഇടുമ്പോൾ ചിലതിന് കോപ്പി റൈറ്റ് കാണിക്കും. അതിൻ്റെ അടിയിൽ നോ ഇമ്പാക്റ്റ് എന്ന് കാണിക്കും, അതായത് യാതൊരു പ്രശ്നമില്ല. ആ നോ ഇമ്പാക്റ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആൾ. മൂപ്പർക്ക് നോ ഇമ്പാക്റ്റാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ പറിച്ചോളൂ, ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതേ സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു വീട്ടിൽ പിറ്റേ ദിവസം പോയിട്ട് മാങ്ങ എറിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് മാങ്ങ പറിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ്, ഈ മാങ്ങ നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിത് വിൽക്കുന്നുണ്ടെങ്കിൽ, കച്ചവടം ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ക്ലെയിം ചെയ്യുക, അതായത് എൻ്റെ മാങ്ങയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആൾ ശരിയാണല്ലോ, ആളുടെ മാങ്ങയാണ്. അപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് പോയി കച്ചവടം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആ പൈസ അയാൾ കൂടി അവകാശപ്പെട്ടെ. അപ്പോൾ ആ പൈസ അയാൾക്ക് കൊടുക്കണം എന്ന് അയാൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് കോപ്പി റൈറ്റ് ക്ലെയിം. മനസ്സിലായ? കറക്റ്റായിട്ട് മനസ്സിലായില്ല? ക്ലെയിം എന്ന് പറയുന്നതാണ് അത്. പക്ഷേ നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം, മോണിറ്റൈസേഷൻ ആവാത്ത ആളുകൾക്ക് ഈ ക്ലെയിമിൽ കൊണ്ട് ഒന്നും ചെയ്യില്ല. കാരണം അവർ സെയിലൊന്നും ചെയ്യുന്നില്ല, അവർ സംഭവം കൊണ്ടുപോയിട്ടുണ്ടെന്നല്ലാതെ അവരതിനെ കൊണ്ട് പൈസ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ക്ലെയിം ആണെങ്കിൽ അത് അവിടെ നിൽക്കും. അയാൾ ക്ലെയിം ചെയ്തു എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇങ്ങനെ കിടക്കും. എപ്പോഴാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് പൈസ വരുന്നത്, ആ സമയത്ത് മാത്രമാണ് അതിൽ നിന്ന് പൈസ പോവുക. ഇത് രണ്ടാമത്തത്. ഇനിയുള്ളത് അടുത്തത് കോപ്പി റൈറ്റ് ക്ലെയിം പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ നോ ഇമ്പാക്റ്റ് പറഞ്ഞു. പിന്നെ ഈ കോപ്പി റൈറ്റിൽ പ്രധാനമായിട്ടും വരുന്നത് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ഇഷ്യൂസാണ്. ബ്ലോക്കഡൊക്കെ വരും. അത് സം ടെറിട്ടറീസിൽ ബ്ലോക്കഡ്, അതൊന്നും നമ്മൾ വലിയ പ്രശ്നമാക്കാനില്ല. ചില രാജ്യങ്ങളിൽ ബ്ലോക്കഡ് ആണ് എന്ന രൂപത്തിൽ. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സാധനം, അതായത് നമ്മൾ ഇതേപോലെ മാങ്ങ പറിച്ചിട്ട് പിന്നെ ആ വീട്ടിലെ ആൾ ഓടി വന്ന് നമ്മൾ ചീത്ത വിളിച്ചപ്പോൾ നമ്മളെല്ലാവരും ഓടിപ്പോയിട്ട് ഇയാൾ അതുകൊണ്ട് നിർത്തിയില്ല. ഇയാൾ പോയിട്ട് എന്ത് ചെയ്തു, നേരെ പോയി സ്കൂളിൽ പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിലും പരാതി കൊടുത്തു. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും മുഴുവൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വടിയൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ല അടി കിട്ടി. അടി വീട്ടിൽ നിന്നും കിട്ടി, പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്നും കിട്ടി അടി. അതാണ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ, അടിയാണല്ലോ. അപ്പോൾ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ മാരകമായിട്ട് അടി കിട്ടി, സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ അടി കിട്ടി, ആ കൂടി പേരുദോഷമായി എന്ന രൂപത്തിൽ. ഇപ്പോൾ ഈ സ്ട്രൈക്കാണ് പ്രശ്നം. സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ അടി കിട്ടുന്നത് പോലെയാണ്. അപ്പോൾ ഒരിക്കൽ സ്ട്രൈക്ക് കിട്ടിയിട്ട് ഒരു പ്രാവശ്യം ക്ഷമിച്ചു, അതായത് നിങ്ങൾ ഒരിക്കൽ സ്ട്രൈക്ക് കിട്ടിയല്ലോ, ഓക്കെ കുഴപ്പമില്ല, അത് നിങ്ങൾക്കൊരു വാണിംഗ് തന്നു, സ്കൂളിനൊക്കെ വാണിംഗ് തന്നു, ഇനി ഇത് ആവർത്തിക്കരുത്. എന്നിട്ട് ഈ വാണിംഗ് തന്ന കുറച്ച് കാലത്തിനിടയിൽ 90 ദിവസമാണ് വാണിംഗ് വരിക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വീണ്ടും കൊണ്ടുപോയിട്ട് അതേ വീട്ടിൽ പോയിട്ട് മാങ്ങ എറിഞ്ഞ് പറിച്ചു. അപ്പോൾ വീണ്ടും സ്ട്രൈക്ക് കിട്ടി. ഈ രണ്ടാമത്തെ സ്ട്രൈക്കിൽ
നിങ്ങളുടെ ചാനലിൽ 8ൻ്റെ പണി കിട്ടും. ചാനലിൽ വീഡിയോ റീച്ച് ആവില്ല, പിന്നെ മൊത്തം പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മളെ അധികമായിട്ട് ബന്ധപ്പെടുത്തിയാൽ പിന്നെ സ്കൂളിൽ നമ്മൾ സ്ഥിരമായിട്ടൊരു കള്ളെന്നില്ല രൂപത്തിൽ വന്നു. കാരണം ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ പറിക്കാൻ പാടില്ലെന്ന്, എന്നിട്ട് നമ്മൾ വീണ്ടും പോയിട്ട് പറിച്ചു. ആ ധിക്കാരവും കള്ളത്തരവും എല്ലാം വന്നു. പ്രിൻസിപ്പളിനൊക്കെ ദേഷ്യം വന്നു, വീട്ടിലെ അച്ഛനും അമ്മയും ഭയങ്കര പ്രശ്നം. ഇതേ സാധനം 3ാമത്തെ പ്രാവശ്യം ആവർത്തിച്ചാൽ സ്കൂളിൽ നിന്ന് എന്ത് തരും? TC വന്നിട്ട് വിട്ട മക്കളെ, നിങ്ങളെ പോലെ കള്ളന്മാർക്ക് പഠിക്കാനുള്ള സ്കൂളല്ല ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തും. ഇത് തന്നെ യൂട്യൂബ് ചെയ്യും. എന്ത് ചെയ്യും? നിങ്ങളെ പരിപാടി അങ്ങ് അവസാനിപ്പിക്കും, ചാനൽ അങ്ങ് ടെർമിനേറ്റ് ചെയ്തിട്ട് വിടും. ഇത് ഈ സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മാത്രമല്ല, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വന്നാലും എന്ത് സ്ട്രൈക്ക് വന്നാലും എന്ത് കുരുത്തക്കേട് അതിൻ്റെ ഇടയിൽ കാണിച്ചാലും ഇതേ പണി കിട്ടും. പിന്നെ വീട്ടിലും നാട്ടിലൊക്കെ നല്ല മോശപ്പേര് വരും എന്ന് പറഞ്ഞ പോലെ ഇതാണ് സംഭവിക്കുക. അപ്പം നിങ്ങൾ ഏതിനാണ് പേടിക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ. എല്ലാത്തിനും പേടിക്കേണ്ട. നേരത്തെ പറഞ്ഞ ആ നോ ഇമ്പാക്റ്റ് ചാർട്ടറിനൊന്നും നിങ്ങൾ പേടിക്കേണ്ട, മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പോകുന്നത്? വീഡിയോ ഡിലീറ്റ് ആക്കണ്ട, ആ പ്രശ്നമൊന്നുമില്ല. ക്ലെയിം ആണെങ്കിലും ഈ പറഞ്ഞ പോലെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കത് എടുക്കാം. പക്ഷേ സ്ട്രൈക്ക് വരാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ്. പലപ്പോഴും സ്ട്രൈക്ക് ഓഡിയോസിനൊക്കെ കിട്ടുന്ന കുറവാണ്. ഇപ്പം എല്ലാവരും ക്ലെയിം ആണ് കൊടുക്കുന്നത്. അപ്പോൾ അവരത് പറയുന്നത് എന്തിനാണെന്നറിയോ? അവർ പറയുന്നത് നമ്മൾ ഒരു വീഡിയോ, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ഒരു 1000 ആൾ അല്ലെങ്കിൽ 10,000 പേര്, വീഡിയോ അല്ല സോറി ഓഡിയോ ആണ്, ഒരു 10,000 പേര് ഉപയോഗിച്ച് മ്യൂസിക്. ഈ 10,000 പേരിൽ നിന്ന് അവർക്കൊരു പെർസെൻറ്റേജ് അവരുടെ റവന്യൂ ഒന്ന് കിട്ടുന്നു വരിക. അപ്പോൾ മാസം ഇവർക്ക് നല്ല രീതിയിലുള്ള റവന്യൂ വരുമെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ കേട്ടാണ്, എനിക്ക് അതിന് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അവരങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പലരും ക്ലെയിം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റവന്യൂ ഒന്ന് അവർക്ക് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പോകും, അല്ലെങ്കിൽ ഫുള്ളായിട്ട് പോകും. ഇതാണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അതുകൊണ്ടാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. മോണിറ്റൈസേഷൻ ആവാത്ത ആളുകൾക്ക് ഇത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്ട്രൈക്ക് വരാൻ സാധ്യതയുള്ള, അപ്പം പിന്നെ ഒരുപാട് പെയ്ഡായിട്ടുള്ള ഓഡിയോസ് ഉണ്ട്, എപ്പിഡമിക് സൗണ്ട് പോലെയുള്ള, അതൊക്കെ എടുത്ത് ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതാണ് കോപ്പിറൈറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി കോപ്പിറൈറ്റിനെ കുറിച്ച് ഡൗട്ട് ചോദിക്കരുത്. ഇതോടുകൂടി നിർത്തിക്കൊള്ളണം. ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.